അപ്പോൾ വിഷു ബമ്പർ ഭാഗ്യവാനെ ഉടനെ തന്നെ അറിയാം. 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം. അതിനുള്ള നറുക്കെടുപ്പ് അല്പസമയത്തിനകം തന്നെ തുടങ്ങും. അതേ അക്കം വരുന്ന 5 പേർക്ക് 5 ലക്ഷം രൂപ വീതം സമാശ്വാസവും ലഭിക്കും. റിനു ശ്രീധരൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. റിനു, റെക്കോർഡ് വിൽപ്പനയായിരുന്നു ഇത്തവണ ലോട്ടറിക്കുണ്ടായിരുന്നത്. അല്പസമയത്തിനകം തന്നെ നറുക്കെടുപ്പ് തുടങ്ങുമല്ലേ? അല്പസമയത്തിനകം തന്നെ വിഷു ബമ്പറിന്റെ നറുക്കെടുപ്പ് തുടങ്ങും. ഗോർഗി ഭവനിലാണ് നറുക്കെടുപ്പ് ആരംഭിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നാഹങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 2 മണിക്ക് തന്നെ കൃത്യമായി ആരംഭിക്കും എന്നുള്ളതാണ്. ആരാണ് ഭാഗ്യവാൻ എന്നുള്ളതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. എന്തായാലും നമ്മൾ തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങൾ, അതായത് ഈ ലോട്ടറി ഏജൻസികളിലൊക്കെ തന്നെ നമ്മൾ ഉണ്ട്. ആർക്കാണ്, തിരുവനന്തപുരം ജില്ലക്കാരനാണോ ഈ സമ്മാനം അടിക്കുക എന്നുള്ളത്. ഏകദേശം 45 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. ഈ 45 ലക്ഷം ടിക്കറ്റുകളും പൂർണ്ണമായി വിറ്റു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ലോട്ടറി ഓഫീസിൽ നിന്ന് അക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തെന്നാലും ആരായിരിക്കും ഈ കോടിപതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയത്തിനകം തന്നെ കോടിപതി ആരാണ് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നില്ല. അതാ അങ്ങനെ തന്നെയാണ്. കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അവരവർ എടുത്ത ടിക്കറ്റുകൾ, നമ്പറുകൾ ഉറ്റുനോക്കി നിൽക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. വെറും 300 രൂപ മുടക്കിൽ 12 കോടി അടിക്കുന്ന ഭാഗ്യവാൻ ആരെന്ന ആ ചോദ്യം കേരളത്തിലുടനീളം ഉയരുന്ന ഘട്ടത്തിൽ അല്പ മിനിറ്റുകൾക്കകം തന്നെ ആ ഭാഗ്യവാൻ അറിയാൻ കഴിയും. ആ 12 കോടി ഭാഗ്യവാൻ ഓരോ വർഷം കഴിയും തോറും ഭാഗ്യ നറുക്കെടുപ്പിൽ അഭയം തേടുന്നവർ അല്ലെങ്കിൽ അതിൽ സാധ്യത തേടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇത്തവണ 45 ലക്ഷം ടിക്കറ്റുകളാണ് വിഷു ബമ്പറിൽ വിറ്റഴിഞ്ഞത്. കഴിഞ്ഞ തവണ ഇത് 42 ലക്ഷമായിരുന്നു. അതായത് ഒറ്റ വർഷം കൊണ്ട് 3 ലക്ഷം ആളുകളുടെ വർധന ടിക്കറ്റ് എടുപ്പിലുണ്ടായി. ഇത് ഈ പറയുന്ന വിഷു ബമ്പറിൽ മാത്രമല്ല, ഓണം ബമ്പറിലാണെങ്കിലും പൂജാ ബമ്പറിലാണെങ്കിലും ക്രിസ്മസ് ബമ്പറിലും ഒക്കെ ആണെങ്കിലും ഭാഗ്യം തേടുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. എന്തായാലും 300 രൂപ മുടക്കിൽ ഈ പറഞ്ഞതുപോലെ 12 കോടി ലഭിക്കുന്ന ഭാഗ്യവാനാരെന്ന് അല്പസമയത്തിനകം അറിയും. അതിനുള്ള നടപടിക്രമങ്ങൾ ഭാഗ്യക്കുറി ഓഫീസിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിൽ തെളിയുന്ന ആ സ്ക്രീനിൽ നമ്പറുകൾ തെളിയുമ്പോൾ ആ നമ്പറുള്ള ടിക്കറ്റിന്റെ ഭാഗ്യവാൻ ആരെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. റിനു ശ്രീധരും മേഘ്നാമ്പിൽ നമ്മുടെ ചേർന്നു. റിനു, ഒന്നാം സമ്മാനം 12 കോടി, ബാക്കിയുള്ള സമ്മാന ഘടന മേഘ്നാമ്പിലേക്കാണ്. മേഘ്ന, അവിടെ ഈ നറുക്കെടുപ്പിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം തന്നെ ആ നമ്പറുകൾ തിരിഞ്ഞു കൊടുക്കും. ഭാഗ്യവാന്റെ നമ്പർ തെളിയും. ഒന്നാം സമ്മാനം 12 കോടി, ബാക്കി സമ്മാന ഘടന അതെങ്ങനെയാണ് മേഘ്ന? സുഹേൽ, അല്പസമയത്തിനകം തന്നെ 45 ലക്ഷത്തിലധികം ആളുകൾ കാത്തിരിക്കുന്ന വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ആരംഭിക്കും. ആദ്യം ട്രയൽ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഒന്നാം സമ്മാനം 12 കോടി രൂപയുടെ ഭാഗ്യവാൻ ആരാണ് എന്നുള്ളതിൽ ഒരു തീരുമാനമുണ്ടാകും. അത് ഈ വിഷു കഴിഞ്ഞ സമയത്ത് തന്നെ ആളുകൾ കാത്തിരിക്കുന്നതാണ്. ഒന്നാം സമ്മാനം നേടുന്ന അതേ അക്കം വരുന്ന 5 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപ വീതമാണ് സമാശ്വാസ സമ്മാനം ഉണ്ടാവുക. അതുപോലെ തന്നെ രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 6 പരമ്പരകൾക്കാണ്. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 6 പരമ്പരകൾക്കാണ്. നാലാം സമ്മാനം 5 ലക്ഷം രൂപ വീതം 6 പരമ്പരകൾ. വെറും 300 രൂപ വരുന്ന ടിക്കറ്റിനാണ് 12 കോടി ആർക്ക് ലഭിക്കുമെന്നുള്ള ഒരു ആകാംക്ഷയുള്ളത്. ഇവിടെ ഗോർഗി ഭവനിൽ, തിരുവനന്തപുരത്തെ ഗോർഗി ഭവനിൽ ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ട്രയൽ കഴിയും. അതിനുശേഷമായിരിക്കും ഒന്നാം സമ്മാനം ഏത് സീരീസിലെ ആർക്കാണ് എന്നുള്ളത് അറിയാൻ കഴിയുക. BA, BB, BC അതുപോലെ തന്നെ VD, VG സീരീസുകളിലാണ് ഈ നറുക്കെടുപ്പ് നടക്കുകയും ചെയ്യുന്നത്. 300 രൂപയാണ് ഓരോ ടിക്കറ്റിന്റെയും വില. ഇപ്പോൾ ഗോർഗി ഭവനിൽ ഈ ചടങ്ങുകൾ, ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. അതിൽ ഈ ടിക്കറ്റുകൾ മുഴുവനും, അതായത് 45 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിഷു ബമ്പറായി പ്രിന്റ് എടുത്തത്. അത് മുഴുവനായും വിറ്റു തീർന്നു ഈ ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് ഇത്തവണത്തെ റെക്കോർഡ്. അതൊരു റെക്കോർഡായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ഫോഴൻ പോലെ കൂടുതൽ ടിക്കറ്റുകളും നറുക്കെടുത്തത് പാലക്കാട് ജില്ലയിലാണ്. ഇപ്പോൾ ട്രയൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആരാണ് ആ ഭാഗ്യവാൻ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും 300 രൂപയ്ക്ക് ഇത്രയും ദിവസം ഓരോ മനുഷ്യനും ആ ലോട്ടറി ടിക്കറ്റുമായി കാത്തിരുന്ന പ്രതീക്ഷയ്ക്ക് കൂടി ഇന്ന് വിരാമമാകും. 300 രൂപയിൽ 12 കോടി ഒരാൾക്ക്, ഈ പറഞ്ഞതുപോലെ 1 കോടി 6 പേർക്ക് 10 ലക്ഷം രൂപയാണ് മൂന്നാം സമ്മാനം. എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ 5000, 2000 അടക്കമുള്ള സമ്മാനത്തുകൾ അടക്കം കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. കഴിഞ്ഞ ഇത്രയും ദിവസം ആ ടിക്കറ്റ് പോക്കറ്റിലിട്ട് ജീവിതം ഇന്ന് മാറുമെന്ന പ്രതീക്ഷയിലാണ് അവർ കാത്തിരുന്നത്. ആ ട്രയൽ റണ്ണിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.